BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. യോഗത്തിൽ പങ്കെടുക്കില്ലെങ്കിലും പിന്തുണച്ച് കത്ത് നൽകും. നിയമസഭാ കക്ഷി നേതാവായി വി.ഡി. സതീശനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല കത്ത് നൽകും. നിയമസഭാ കക്ഷി നേതാവായി വി.ഡി. സതീശനെ പിന്തുണച്ച് കത്ത് നൽകുവാൻ രമേശ് ചെന്നിത്തല നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെങ്കിലും പിന്തുണ അറിയിച്ച് കത്ത് നൽകും. തിരുവനന്തപുരത്തെ വസതിയിലേക്ക് നിന്നുപോയ ചെന്നിത്തല വൈകിട്ട് നടക്കുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല. രമേശ് ചെന്നിത്തല ഹരിപ്പാട്ടേക്കാണ് പോയതെന്നും അവിടെ നിന്നും ഗുരുവായൂരിലേക്ക് പോകും എന്നുമാണ് വിവരം. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് മുൻപ് ഫോണിൽ സംസാരിച്ച രാഹുൽ ഗാന്ധിയോട് രമേശ് അതൃപ്തി അറിയിച്ചുവെന്നാണ് വിവരം. ഇത്രയും കാലത്തെ തന്റെ പ്രവർത്തനവും സീനിയോറിറ്റിയും പരിഗണിക്കാത്തതിനാലാണ് രമേശ് അതൃപ്തി പ്രകടിപ്പിച്ചത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായേക്കും. ഇന്ന് തീരുമാനം ഉണ്ടായേക്കാം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായേക്കും. CPIM സംസ്ഥാന സമിതിയിൽ ഇന്ന് തീരുമാനമുണ്ടാകും. കേരളത്തിൽ നിന്നുമുള്ള PB അംഗങ്ങൾ കൂടിയാലോചിച്ച നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിനാലായിരുന്നു പ്രതിപക്ഷം നേതൃസ്ഥാനം പ്രഖ്യാപിക്കാതിരുന്നത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി AICC പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷ നേതാവിനെ ഉടൻ പ്രഖ്യാപിക്കും. നയിച്ച ജനങ്ങൾ തിരഞ്ഞെടുത്ത നേതാവിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. വി.ഡി. സതീശൻ ആശംസയുമായി MM മണി. മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ട വി.ഡി. സതീശൻ അഭിനന്ദനങ്ങളുമായി CPIM നേതാവും മുൻ മന്ത്രിയുമായ MM മണി. പട നയിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത നേതാവിനെ വൈകിയാണെങ്കിലും ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശന് ആശംസകൾ നേരുന്നുവെന്ന് MM മണി ഫേസ്ബുക്കിൽ കുറിച്ചു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മൂന്നാം ഘട്ടം പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മൂന്നാം ഘട്ടം പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് SIR നടത്തുക. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ SIR പിന്നീട് നടത്തും. സെൻസസ് രണ്ടാം ഘട്ടത്തിന്റെ പൂർത്തീകരണം, കാലാവസ്ഥ എന്നിവ പരിഗണിച്ചായിരിക്കും ഹിമാചലിലും ലഡാക്കിലും കാശ്മീരിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പ്രഖ്യാപിക്കുക. വികസനത്തിന്റെ പുതിയ പാതയിൽ നാടിനെ നയിക്കുവാൻ സാധിക്കട്ടെ. വി.ഡി. സതീശൻ ആശംസയുമായി മമ്മൂട്ടിയും മോഹൻലാലും. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആശംസകൾ നേർന്ന മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും. സതീശന്റെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് ഇരുവരും ആശംസ നേർന്നത്. കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട ശ്രീ വി.ഡി. സതീശന് ഹൃദയം നിറഞ്ഞ ആശംസകൾ മമ്മൂട്ടി കുറിച്ചു. നിയുക്ത കേരള മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശന് സ്നേഹം നിറഞ്ഞ ആശംസകൾ. വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് നാടിനെ നയിക്കുവാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് സാധിക്കട്ടെ, മോഹൻലാൽ കുറിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കേരളത്തിന്റെ കോൺഗ്രസിന്റെ UDFന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ. ഷാഫി പറമ്പിൽ. നിയുക്ത കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനെ അഭിനന്ദിച്ച് ഷാഫി പറമ്പിൽ MP. കേരളത്തിന്റെ കോൺഗ്രസിന്റെ UDFന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങളെന്നാണ് ഷാഫി കുറിച്ചത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഷാഫി പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളത്തിന്റെ കോൺഗ്രസിന്റെ UDFന്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ഹൈക്കമാൻഡ് ചർച്ചകൾക്കും ഒടുവിലാണ് UDFനെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ച വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത്. ബ്രസീൽ ജേതാക്കളായത് 5 തവണ. ഇതുവരെ ലോകകപ്പ് നേടിയ രാജ്യങ്ങൾ ഏതൊക്കെയെന്നറിയാം. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം വീറും വാശിയുമേറിയ ഫൈനലിലായിരുന്നു 2022 ഖത്തർ ലോകകപ്പ് ലോകം സാക്ഷ്യം വഹിച്ചത്. അർജന്റീന ഫ്രാൻസിനെ പരാജയപ്പെടുത്തി 3ാം കിരീടം നേടിയപ്പോൾ അത് ചരിത്ര നിമിഷമായി മാറി. അർജന്റീന 2026 ലോകകപ്പിലും കിരീടം മോഹികളായി തന്നെയാണ് എത്തുന്നത്. 2022 തന്നെ ഏറ്റവും മികച്ച സ്ക്വാഡുമായി എത്തുന്ന ലോക ചാമ്പ്യന്മാർക്കിത് 4ാം കിരീടത്തിലേക്കുള്ള അവസരമാണ്. 5 തവണ കപ്പെടുത്ത ബ്രസീലും തെക്കേ അമേരിക്കയിൽ നിന്നുള്ള പ്രധാന ടീമാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.